അനുഗ്രഹം പ്രാപിപ്പാൻ ഒത്തിരി വഴികളും മുഖാന്തരങ്ങളും ഒക്കെ ലോകത്തിലുള്ളവർ ചെയ്യുമെങ്കിലും ദൈവ പൈതലിന് അനുഗ്രഹം പ്രാപിപ്പാൻ ചില വ്യവസ്ഥകൾ ദൈവവചനം പഠിപ്പിക്കുന്നു. ഒന്ന്, എഫേസ്യ ലേഖനം 6 അതിൻ്റെ 3 വാക്യവും പുറപ്പാട് പുസ്തകം 20:12 ആവർത്തന പുസ്തകം 5 അതിൻ്റെ 16 നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. അതെ, ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. പരസ്പരം കൊല്ലുന്ന, പകയ്ക്കുന്ന, സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ ഇല്ലായ്മ ചെയ്യുന്ന, നോക്കുവാൻ കഴിയാതെ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വലിയ തലമുറ നമ്മുടെ ചുറ്റുപാടുകളിൽ വർദ്ധിച്ചു വരുമ്പോൾ നാം ലോകത്തിൽ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം ഒരുക്കി വെച്ചാലും ദൈവവചനം പറയുന്നത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ്. എഫേസ്യ ലേഖനം 6 അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ദൈവ കൽപ്പനയാകുന്നു. അതെ, ദൈവകൽപ്പന എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ദൈവത്തിൻ്റെ ആലോചനയാണ്. പലപ്പോഴും നാം ചിന്തിക്കാറുള്ളത് ദൈവത്തിങ്കിൽ നിന്നകന്ന് അപ്പനെയും അമ്മയെയും അനുസരിക്കാത്ത ഒരു വലിയ തലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, അങ്ങനെയുള്ളവരുടെ കണ്ണ് തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കും എന്ന് പറയുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആയുസ്സിൽ തന്നിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ, സ്നേഹിക്കുവാൻ, അനുസരിക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും.